വെൽക്കം ബാക്ക് ടു ഇനീസ് കിച്ചൻ. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഗ്രാമ്പൂ, 3 ഏലക്ക, ചെറിയ 3 പീസ് പട്ട, അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു സ്റ്റാർ, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ 2 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് നല്ലൊരു മണം വരുന്ന അത്രയും നേരം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഇതിൽ നിന്ന് നല്ലൊരു മണം വരുന്നുണ്ട് സ്പൈസസിൻ്റെ. ഇനി നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയത്തിന് നമുക്ക് വേറൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ പച്ചമണം മാറുന്ന അത്ര നേരം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ നടുവേ കീറിയിട്ടാണ് പച്ചമുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചോപ്പ് ചെയ്തിരിക്കുന്ന ഒരു മീഡിയം സൈസുള്ള ഒരു ഒനിയൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴണ്ടു വരുന്ന സമയത്തിന് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കുരുമുളകും അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പും ഒക്കെ ഇട്ട് മിക്സിയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഒനിയൻ ഇവിടെ നന്നായിട്ട് തന്നെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഇപ്പം നമ്മുടെ ഒനിയൻ ഇവിടെ നന്നായിട്ട് തന്നെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചുള്ള ഒരു മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്കിനി തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരണം. പിന്നെ ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കവർ ചെയ്തിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പം ഞാനിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരും. ഇപ്പം ഞാനൊന്ന് ഇടയ്ക്കും തുറന്ന് നോക്കിയതാണ്. കണ്ടു, ഇതുപോലെ ചിക്കനിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കുക. കണ്ടല്ലോ, ഇപ്പോൾ ചിക്കനിൽ നിന്ന് ഒരുപാട് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഇത്രയും വെള്ളം ചിക്കനിൽ നിന്ന് വന്നത്. പിന്നെ ഇതിലേക്ക് ഇപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്. കണ്ടല്ലോ, അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇത്രയും തന്നെ വെള്ളം വറ്റിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ
കുരുമുളക് പൊടിയാണ്, അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യേണ്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.